ഇന്ന് ദിവസം 172. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ: 2 രാജാക്കന്മാർ അധ്യായം 3, 2 ദിനവൃത്താന്തം അധ്യായം 26, 27, സങ്കീർത്തനങ്ങൾ 72. 2 രാജാക്കന്മാർ അധ്യായം 3. ഇസ്രായേലും മൊവാബ്യരും തമ്മിൽ യുദ്ധം. യൂദാ രാജാവായ യഹോഷാഫാത്തിൻ്റെ 18-ാം ഭരണവർഷം ആഹാബിൻ്റെ മകൻ യോറാം സമരിയായിൽ ഇസ്രായേൽ രാജാവായി. അവൻ 12 വർഷം ഭരിച്ചു. അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. എങ്കിലും മാതാപിതാക്കന്മാരെ പോലെ ആയിരുന്നില്ല. പിതാവുണ്ടാക്കിയ ബാൽ സ്തംഭം അവൻ എടുത്തു കളഞ്ഞു. നെബാത്തിൻ്റെ മകൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപം അവനും ആവർത്തിച്ചു. അതിൽ നിന്ന് പിന്മാറിയില്ല. മോവാബ് രാജാവായ മേഷായ്ക്ക് ധാരാളം ആടുകളുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ രാജാവിന് 1,00,000 കുഞ്ഞാടുകളും 1,00,000 മുട്ടാടുകളുടെ രോമവും വർഷം തോറും കൊടുക്കേണ്ടിയിരുന്നു. ആഹാബ് മരിച്ചപ്പോൾ മോവാബ് രാജാവ് ഇസ്രായേൽ രാജാവുമായി കലഹിച്ചു. അപ്പോൾ യോറാം രാജാവ് സമരിയായിൽ നിന്ന് വന്ന് ഇസ്രായേൽക്കാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി. അവൻ യൂദാ രാജാവായ യഹോഷാഫാത്തിന് സന്ദേശമയച്ചു: മോവാബ് രാജാവ് എന്നെ എതിർക്കുന്നു. അവനെതിരെ യുദ്ധം ചെയ്യാൻ നീ എന്നോടൊപ്പം വരുമോ? അവൻ പറഞ്ഞു: ഞാൻ വരാം. ഞാൻ നിന്നെപ്പോലെയും എൻ്റെ ജനം നിന്റെ ജനം പോലെയും എൻ്റെ കുതിരകൾ നിന്റെ കുതിരകൾ പോലെയുമാണ്. അവൻ ചോദിച്ചു: ഏതു വഴിക്കാണ് നാം നീങ്ങേണ്ടത്? യോറാം പറഞ്ഞു: ഏദോം മരുഭൂമിയിലൂടെ പോകാം. അങ്ങനെ യൂദാ രാജാവിനോടും ഏദാം രാജാവിനോടും കൂടെ ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടു. വളഞ്ഞ വഴിക്കുള്ള 7 ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളമില്ലാതായി. ഇസ്രായേൽ രാജാവ് പറഞ്ഞു: കഷ്ടം! കർത്താവ് ഈ 3 രാജാക്കന്മാരെയും മോവാബ്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ വിളിച്ചിരിക്കുന്നുവല്ലോ. യഹോഷാഫാത്ത് ചോദിച്ചു: കർത്താവിൻ്റെ ഹിതമാരായേണ്ടതിന് അവിടുത്തെ ഒരു പ്രവാചകൻ ഇവിടെയില്ലേ? ഇസ്രായേൽ രാജാവിൻ്റെ ഒരു സേവകൻ പറഞ്ഞു: ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനും ഷാഫാത്തിൻ്റെ മകനുമായ ഏലീഷ ഉണ്ട്. യഹോഷാഫാത്ത് പറഞ്ഞു: കർത്താവിൻ്റെ വചനം അവനോട് കൂടെയുണ്ട്. ഇസ്രായേൽ രാജാവും യഹോഷാഫാത്തും ഏദോം രാജാവും അവൻ്റെ അടുത്തേക്ക് പോയി. ഏലീഷ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു: നിനക്കെന്തിനാണ് എൻ്റെ സഹായം? നിന്റെ മാതാപിതാക്കന്മാരുടെ പ്രവാചകന്മാരെ സമീപിക്കൂ. എന്നാൽ ഇസ്രായേൽ രാജാവ് പ്രതിവചിച്ചു: ഇല്ല, ഈ 3 രാജാക്കന്മാരെ മോവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് വിളിച്ചിരിക്കുന്നത് കർത്താവാണ്. ഏലീഷ പറഞ്ഞു: ഞാൻ സേവിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവാണ്. യൂദാ രാജാവായ യഹോഷാഫാത്തിനെ പ്രതിയല്ലെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കുക പോലും ചെയ്യുകയില്ലായിരുന്നു. ഒരു ഗായകനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഗായകൻ പാടിയപ്പോൾ കർത്താവിൻ്റെ ശക്തി ഏലീഷയുടെ മേൽ ആവസിച്ചു. അവൻ പറഞ്ഞു: കർത്താവ് അരുളി ചെയ്യുന്നു, ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും. കാറ്റോ മഴയോ ഉണ്ടാവുകയില്ല. അരുവിത്തടം ജലം കൊണ്ട് നിറയും. നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും അത് കുടിക്കും. കർത്താവിന് ഇത് നിസ്സാരമാണ്. അവിടുന്ന് മോവാബ്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യും. സുശക്ത നഗരങ്ങളും മുന്തിയ പട്ടണങ്ങളും നിങ്ങൾ അധീനമാക്കും. ഫലവൃക്ഷങ്ങൾ നിങ്ങൾ വെട്ടിവീഴ്ത്തും. നീരൊഴുക്കുകൾ തടയും. നല്ല നിലങ്ങൾ കല്ലുകൊണ്ട് മൂടും. പിറ്റേ ദിവസം പ്രഭാതബലിക്കു സമയമായപ്പോൾ ഏദോം ദിക്കിൽ നിന്ന് വന്ന് വെള്ളം അവിടെ നിറഞ്ഞു. തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ രാജാക്കന്മാർ വന്നിരിക്കുന്നു എന്ന് കേട്ട് മോവാബ്യർ പ്രായഭേദമന്യേ യുദ്ധശേഷിയുള്ള എല്ലാവരെയും വിളിച്ചുകൂട്ടി അതിർത്തിയിൽ അണിനിരത്തി. മോവാബ്യർ രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ സൂര്യപ്രകാശത്തിൽ വെള്ളം തിളങ്ങുന്നത് കണ്ടു. അത് രക്തം പോലെ ചമന്നിരുന്നു. അവർ പറഞ്ഞു: ഇത് രക്തമാണ്. രാജാക്കന്മാർ യുദ്ധം ചെയ്ത് പരസ്പരം കൊന്നിരിക്കുന്നു. മോവാബ്യരെ നമുക്ക് കൊള്ളയടിക്കാം. മോവാബ്യർ ഇസ്രായേൽ പാളയത്തിലെത്തിയപ്പോൾ ഇസ്രായേൽക്കാർ അവരെ തുരത്തി ഓടിപ്പോയവരെ പിന്തുടർന്നു കൊന്നു. അവർ നഗരങ്ങൾ തകർക്കുകയും നല്ല നിലങ്ങൾ കല്ലിട്ട് മൂടുകയും ചെയ്തു. നീരൊഴുക്കുകൾ തടഞ്ഞു. ഫലവൃക്ഷങ്ങൾ വെട്ടിവീഴ്ത്തി. അങ്ങനെ കീർ ഹരേസത്ത് കൽക്കൂമ്പാരമായി. കവണക്കാർ അതിനെ വളഞ്ഞു കീഴടക്കി. യുദ്ധം പ്രതികൂലമെന്ന് കണ്ട മോവാബ് രാജാവ് 700 ഖഡ്ഗധാരികളെയും കൊണ്ട് ഏദോം രാജാവിനെതിരെ കുതിച്ചു കയറാൻ നോക്കി. എന്നാൽ സാധിച്ചില്ല. കിരീടാവകാശിയായ മൂത്തപുത്രനെ അവൻ മതിലിന്മേൽ ദഹനബലിയായി അർപ്പിച്ചു. സംഭീതരായ ഇസ്രായേലർ അവനെ വിട്ട് നാട്ടിലേക്ക് മടങ്ങി. 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 26. ഉസ്സിയ.
അനന്തരം യൂദാനിവാസികൾ 16 വയസ്സുള്ള ഉസിയായെ പിതാവായ അമസ്യായുടെ സ്ഥാനത്ത് രാജാവായി അവരോധിച്ചു. പിതാവിൻ്റെ മരണത്തിനു ശേഷം ഉസിയ ഏലോത്ത് വീണ്ടെടുത്ത് പുതുക്കി പണിതു. 16-ാം വയസ്സിൽ രാജ്യഭാരമേറ്റ ഉസിയ ജെറുസലേമിൽ 52 വർഷം ഭരിച്ചു. അവൻ്റെ അമ്മ ജെറുസലേംകാരി യെക്കോലിയ ആയിരുന്നു. തൻ്റെ പിതാവായ അമസ്യായെപ്പോലെ അവനും കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു. തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സക്രിയ ജീവിച്ചിരുന്നിടത്തോളം കാലം അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. കർത്താവിനെ അന്വേഷിച്ച കാലമത്രയും ദൈവം അവന് ഐശ്വര്യം നൽകി. ഉസിയ ഫിലിസ്ത്യർക്കെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടു. ഗത്ത്, യാബിനെ, അഷ്ദോദ് എന്നീ പട്ടണങ്ങളുടെ മതിലുകൾ തകർത്തു. അഷ്ദോദിലും മറ്റു ചില ഫിലിസ്ത്യ പ്രദേശങ്ങളിലും പട്ടണങ്ങൾ പണിതു. ഫിലിസ്ത്യരെയും ഗൂർബാലിലുള്ള അറബികളെയും മെയൂന്യരെയും നേരിടാൻ ദൈവം അവനെ സഹായിച്ചു. അമോന്യർ ഉസിയായ്ക്ക് കപ്പം കൊടുത്തു. അവൻ അതിപ്രബലനായി. അവൻ്റെ കീർത്തി ഈജിപ്ത് വരെയും വ്യാപിച്ചു. കോൺകവാടം, താഴ്വര കവാടം, മതിൽ തിരിവ് എന്നിവയ്ക്ക് സമീപം ഗോപുരങ്ങൾ പണിത് അവൻ ജെറുസലേമിനെ സുരക്ഷിതമാക്കി. അവൻ മരുഭൂമിയിൽ ഗോപുരങ്ങൾ പണിയുകയും അനേകം കിണറുകൾ കുഴിക്കുകയും ചെയ്തു. അവൻ ഷെഫേലായിലും സമതലത്തിലും ധാരാളം കാലിക്കൂട്ടങ്ങളുണ്ടായിരുന്നു. കൃഷിയിൽ തൽപരനായിരുന്നതിനാൽ അവൻ കുന്നുകളിലും ഫലപുഷ്ടിയുള്ള പ്രദേശങ്ങളിലും കർഷകരെയും മുന്തിരി കൃഷിക്കാരെയും നിയോഗിച്ചു. രാജാവിൻ്റെ സേനാധിപന്മാരിൽ ഒരുവനായ ഹനനിയായുടെ നിർദ്ദേശമനുസരിച്ച് കാര്യവിചാരകനായ ജയിയേലും രാജസേവകനായ മാസിയായും തയ്യാറാക്കിയ കണക്കിൻപടി ഉസിയായ്ക്ക് യുദ്ധത്തിന് ശേഷിയുള്ള അനേക ഗണങ്ങളടങ്ങിയ സൈന്യമുണ്ടായിരുന്നു. യുദ്ധവീരന്മാരായ കുടുംബത്തലവന്മാർ 2600 പേരുണ്ടായിരുന്നു. അവരുടെ കീഴിൽ രാജാവിന് വേണ്ടി ശത്രുക്കളോട് പൊരുതാൻ കഴിവുറ്റ 3,07,500 പടയാളികളുണ്ടായിരുന്നു. ഉസിയ തൻ്റെ ഭടന്മാർക്കു വേണ്ടി പരിച, കുന്തം, പടത്തൊപ്പി, പടച്ചട്ട, വില്ല്, കവണക്കല്ല് എന്നിവ സജ്ജമാക്കി. അമ്പും വലിയ കല്ലുകളും പ്രയോഗിക്കുന്നതിനായി ജെറുസലേമിലെ ഗോപുരങ്ങളിലും മതിലിൻ്റെ കോണുകളിലും വിദഗ്ധന്മാരെ കൊണ്ട് യന്ത്രങ്ങൾ തീർപ്പിച്ചു. ദൈവം അത്ഭുതകരമാം വിധം സഹായിച്ചതിനാൽ അവൻ പ്രാബല്യം നേടി. അവൻ്റെ കീർത്തി വിദൂരങ്ങളിലും പരന്നു. പ്രാബല്യം നേടിയപ്പോൾ അവൻ അഹങ്കാരപ്രമത്തനായി തീർന്നു. അത് അവനെ നാശത്തിലേക്ക് നയിച്ചു. തൻ്റെ ദൈവമായ കർത്താവിനോട് അവൻ അവിശ്വസ്തത കാണിച്ചു. ധൂപപീഠത്തിൽ ധൂപമർപ്പിക്കാൻ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു. കരുത്തന്മാരായ 80 പുരോഹിതന്മാരോടുകൂടി അസറിയ പുരോഹിതൻ അവൻ്റെ പിന്നാലെ ചെന്നു. ഉസിയായെ തടഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, ഉസിയ, നീയല്ല കർത്താവിന് ധൂപമർപ്പിക്കേണ്ടത്. അഹ്റോൻ്റെ പുത്രന്മാരും ധൂപാർപ്പണത്തിന് പ്രത്യേകം നിയോഗിക്കപ്പെട്ടവരുമായ പുരോഹിതന്മാരാണ്. വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തു കടക്കൂ. നീ ചെയ്തത് തെറ്റാണ്. ഇത് ദൈവമായ കർത്താവിൻ്റെ മുൻപാകെ നിനക്ക് മഹത്വം നൽകുകയില്ല. ഉസിയ കുപിതനായി. അവൻ കയ്യിൽ ധൂപകലശവുമായി നിൽക്കുകയായിരുന്നു. പുരോഹിതന്മാരോട് കോപിച്ച ക്ഷണത്തിൽ കർത്താവിൻ്റെ ആലയത്തിൽ ധൂപപീഠത്തിന് സമീപത്ത് അവരുടെ മുൻപിൽ വെച്ച് തന്നെ അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം പിടിപെട്ടു. പ്രധാന പുരോഹിതനായ അസറിയായും മറ്റു പുരോഹിതന്മാരും അവനെ നോക്കി. അതാ അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം. അവനെ അവർ ഉടനെ പുറത്താക്കി. കർത്താവ് ശിക്ഷിച്ചതിനാൽ പുറത്തു പോകാൻ അവൻ തിടുക്കം കൂട്ടി. മരിക്കുന്നതുവരെ ഉസിയ രാജാവ് കുഷ്ഠരോഗിയായി കഴിഞ്ഞു. കുഷ്ഠരോഗി എന്ന നിലയിൽ ദേവാലയത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട് അവനൊരു പ്രത്യേക വസതിയിൽ കഴിഞ്ഞു. മകൻ യോദാം കൊട്ടാരത്തിൻ്റെ ചുമതലയേറ്റെടുത്ത് ജനത്തെ ഭരിച്ചു. ഉസിയായുടെ ഇതര പ്രവർത്തനങ്ങൾ ആദ്യന്തം ആമോസിൻ്റെ മകനായ ഏശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉസിയ പിതാക്കന്മാരോട് ചേർന്നു. കുഷ്ഠരോഗിയായിരുന്നതിനാൽ അവർ അവനെ രാജാക്കന്മാരുടെ ശ്മശാന ഭൂമിയിൽ പിതാക്കന്മാർക്ക് സമീപം മറവു ചെയ്തു. മകൻ യോദാം രാജാവായി. 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 27. യോദാം. രാജാവാകുമ്പോൾ യോദാമിന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 16 വർഷം ഭരിച്ചു. സാദോക്കിൻ്റെ മകളായ യെരൂഷ ആയിരുന്നു അവൻ്റെ അമ്മ. പിതാവായ ഉസിയായെപ്പോലെ അവനും കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു. പിതാവ് ചെയ്തതുപോലെ അവൻ കർത്താവിൻ്റെ ആലയത്തിൽ അനധികൃതമായി പ്രവേശിച്ചില്ല. ജനം ദുരാചാരങ്ങൾ തുടർന്നു പോന്നു. അവൻ ദേവാലയത്തിൻ്റെ ഉപരികവാടം പണി കഴിപ്പിച്ചു. ഓഫേലിൻ്റെ മതിലിൻ്റെ പണി കുറെ നടത്തി. യൂദാ മലമ്പ്രദേശത്തെ പട്ടണങ്ങളും
വൃക്ഷനിബിഡമായ മലകളിൽ കോട്ടകളും ഗോപുരങ്ങളും പണിതു. അവൻ അമ്മോന്യ രാജാവിനെ യുദ്ധം ചെയ്തു തോൽപ്പിച്ചു. അമ്മോന്യർ അവന് ആ വർഷം 100 താലന്ത് വെള്ളിയും 10,000 കോർ ഗോതമ്പും അത്രയും ബാർലിയും കപ്പം കൊടുത്തു. തുടർന്നുള്ള 2 വർഷങ്ങളിലും അവർ അങ്ങനെ തന്നെ ചെയ്തു. കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് തൻ്റെ ജീവിതം ക്രമപ്പെടുത്തിയതിനാൽ യോഥാം പ്രബലനായി. അവൻ്റെ മറ്റ് പ്രവർത്തനങ്ങളും യുദ്ധങ്ങളും രീതികളും ഇസ്രായേലിലെയും യൂദായിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 25-ാം വയസ്സിൽ ഭരണം ആരംഭിച്ച യോഥാം ജെറുസലേമിൽ 16 വർഷം ഭരിച്ചു. അവൻ പിതാക്കന്മാരോട് ചേർന്നു ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ ആഹാസ് രാജാവായി. സങ്കീർത്തനങ്ങൾ 72. രാജാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ദൈവമേ, രാജാവിന് അങ്ങയുടെ നീതിബോധവും രാജകുമാരന് അങ്ങയുടെ ധർമ്മനിഷ്ഠയും നൽകണമേ. അവൻ അങ്ങയുടെ ജനത്തെ ധർമ്മനിഷ്ഠയോടും അങ്ങയുടെ ദരിദ്രരെ നീതിയോടും കൂടെ ഭരിക്കട്ടെ. നീതിയാൽ പർവ്വതങ്ങളും കുന്നുകളും ജനങ്ങൾക്ക് വേണ്ടി ഐശ്വര്യം വിളയിക്കട്ടെ. എളിയവർക്ക് അവൻ നീതി പാലിച്ചു കൊടുക്കട്ടെ. ദരിദ്രർക്ക് മോചനം നൽകട്ടെ. മർദ്ദകരെ തകർക്കുകയും ചെയ്യട്ടെ. സൂര്യചന്ദ്രന്മാരുള്ള കാലം വരെ തലമുറകളോളം അവൻ ജീവിക്കട്ടെ. അവൻ വെട്ടിനിർത്തിയ പുൽപ്പുറങ്ങളിൽ വീഴുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വർഷം പോലെയുമായിരിക്കട്ടെ. അവൻ്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രൻ ഉള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവൻ്റെ ആധിപത്യം നിലനിൽക്കട്ടെ. വൈരികൾ അവൻ്റെ മുൻപിൽ ശിരസ് നമിക്കട്ടെ. അവൻ്റെ ശത്രുക്കൾ പൊടിമണ്ണ് നക്കട്ടെ. താർഷീഷിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ അവന് കപ്പം കൊടുക്കട്ടെ. ഷേബായിലെയും സേബായിലെയും രാജാക്കന്മാർ അവന് കാഴ്ചകൾ കൊണ്ടുവരട്ടെ. എല്ലാ രാജാക്കന്മാരും അവൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും. ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു. അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കും. പീഡനത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും അവരുടെ ജീവൻ അവൻ വീണ്ടെടുക്കും. അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും. അവന് ദീർഘായുസ്സുണ്ടാകട്ടെ. ഷേബായിലെ സ്വർണം അവന് കാഴ്ചയായി ലഭിക്കട്ടെ. അവന് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥന ഉയരട്ടെ. അവൻ്റെ മേൽ അനുഗ്രഹമുണ്ടാകട്ടെ. ഭൂമിയിൽ ധാന്യസമൃദ്ധി ഉണ്ടാകട്ടെ. മലകളിൽ കതിർക്കുല ഉലയട്ടെ. ലെബനോൻ പോലെ അത് ഫലസമൃദ്ധമാകട്ടെ. വയലിൽ പുല്ലുപോലെ നഗരങ്ങളിൽ ജനം വർദ്ധിക്കട്ടെ. അവൻ്റെ നാമം നിത്യം നിലനിൽക്കട്ടെ. സൂര്യനുള്ളിടത്തോളം കാലം അവൻ്റെ കീർത്തി നിലനിൽക്കട്ടെ. അവനെപ്പോലെ അനുഗ്രഹീതമാകട്ടെ എന്ന് ജനം പരസ്പരം ആശംസിക്കട്ടെ. ജനതകൾ അവനെ അനുഗ്രഹീതനെന്ന് വിളിക്കട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. അവിടുത്തെ മഹത്വപൂർണമായ നാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. ആമേൻ, ആമേൻ. ജസ്സയുടെ പുത്രനായ ദാവീദിൻ്റെ പ്രാർത്ഥനയുടെ സമാപ്തി.